തെരഞ്ഞെടുപ്പ് തോൽവിയിൽ LDF ആടിയുലഞ്ഞിരിക്കെ കൂടിക്കാഴ്ച നടത്തി എം വി ഗോവിന്ദനും ബിനോയ് വിശ്വവും. എം വി ഗോവിന്ദന്റെ AKG സെന്ററിലെ ഫ്ളാറ്റിലെത്തിയാണ് ബിനോയ് വിശ്വം അദ്ദേഹത്തെ കണ്ടത്. പരാജയം പരിശോധിക്കാൻ CPIM CPI നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരുന്നു. സർക്കാർ ആത്മപരിശോധന നടത്തണമെന്ന് CPI മുഖപത്രത്തിൽ രൂക്ഷ വിമർശനവും വന്നിട്ടുണ്ട്. ശബരിമല വിവാദം തിരിച്ചടിയായെന്ന് CPI വിലയിരുത്തുന്നു. അതേസമയം ക്ഷേമവും വികസനവും ജനവിധിയെ സ്വാധീനിച്ചില്ലെന്നാണ് ദേശാഭിമാനിയിൽ CPIMന്റെ സ്വയം വിമർശനമായ ലേഖനത്തിൽ കാണുന്നത്. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ്, ഇരു നേതാക്കളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ്. വിലയിരുത്തലുകളിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം എത്രത്തോളമാണ്? പാർട്ടി പത്രങ്ങളിൽ എങ്ങനെയാണ് ഈ തോൽവിയെ വിലയിരുത്തുന്നത്? സുജയ, അസാധാരണമായ ഒരു കൂടിക്കാഴ്ചയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു യോഗം ചേരുന്നതിന് മുമ്പ് പ്രത്യേകമായ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്ന രീതിയില്ല. സ്വാഭാവികമായും രണ്ട് നേതൃയോഗങ്ങളിലും വരുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ പൊതുവായി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ സ്വരൂപണത്തിന് വേണ്ടിയാണ് ഇരു നേതാക്കളും കണ്ടതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ യോഗത്തിന് ശേഷമാണ്, അതായത് ഈ AKG സെന്ററിന്റെ സമീപമുള്ള ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ബിനോയ് വിശ്വം MN സ്മാരകത്തിലെത്തിയത്. ആ MN സ്മാരകത്തിൽ എത്തിയ സമയത്ത് ജനയുഗത്തിന്റെ എഡിറ്റോറിയൽ CPIMനെയും സർക്കാരിനെയും വിമർശിക്കുന്ന തരത്തിലായിരുന്നു. ആ എഡിറ്റോറിയൽ പാർട്ടി നിലപാട് തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുക കൂടി ചെയ്തിട്ടുണ്ട്. അതായത് കൃത്യമായി പാർട്ടിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിൽക്കുന്ന ഈ AKG സെന്ററിന് പുറകെ AKG സെന്ററിനകത്ത് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. MN സ്മാരകത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരുകയാണ്. എന്താണ് തോൽവിയുടെ കാര്യങ്ങളെന്ന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പോലും അവരൊരു നിഗമനത്തിലെത്തുന്നത് എന്താണെന്ന് അറിയണം. പ്രാഥമിക നിഗമനം ശബരിമലയും ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷനുമാണ്. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണെങ്കിൽ അത് തിരുത്താൻ എന്തൊക്കെയാണ് LDFും CPIയും ചെയ്യുന്നത്, അതെന്തൊക്കെ അവർ തീരുമാനിച്ചു എന്ന കാര്യങ്ങൾ അറിയണം. രണ്ടിടത്തും പാർട്ടി സെക്രട്ടറിമാരുടെ വാർത്താ സമ്മേളനങ്ങൾ വൈകിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, നമുക്ക് ആ വിലയിരുത്തലുകൾക്കായി പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കാം. താങ്ക് യു റഹീസ് റഷീദ്. വാർത്തകളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. പുതിയ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതികരണങ്ങൾ, ഒപ്പം മറ്റു വാർത്തകൾ, അതെല്ലാം ഉണ്ട്.